ഹലോ ഗായ്സ്, ഡാൻ ബ്രോ റീബോൺ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയൊരു യൂട്യൂബിൽ അപ്ഡേറ്റ് വന്നിരിക്കുക. യൂട്യൂബിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റ് എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവരും ഭയങ്കര ആവേശഭരിതരായിട്ടിരിക്കുകയായിരിക്കും, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരിക്കും. ഞാൻ പറയുകയാണ്, യൂട്യൂബിൽ പുതിയ ഒരു കോപ്പിറൈറ്റ് വൈറ്റ് അപ്ഡേറ്റ് 2022 കോപ്പിറൈറ്റിലൊരു പുതിയ അപ്ഡേറ്റ് വരുന്നതിനോട് ശരിക്കും ഇത് ക്രിയേറ്റേഴ്സിൻ്റെ സൈഡിൽ നോക്കിയാൽ വളരെ ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പിറൈറ്റ് സ്ട്രൈക്കും തമ്മിലുള്ള ഡിഫറൻസ് പലരും ഒരു ഡൗട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്ലിയറൻസ് വരും. ഇനി എന്താണ് കോപ്പിറൈറ്റ്? നിങ്ങൾ വേറൊരാൾ ചെയ്തിരിക്കുന്ന ഒരു മാസ്റ്റർ പീസ് നിങ്ങളുടെ വീഡിയോയിലേക്ക് ക്ലിപ്പ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് കോപ്പിറൈറ്റ്. യൂട്യൂബിൽ പലരും 1 മില്യനും 10 മില്യനും 1 കോടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരുടെ വീഡിയോയിൽ ഒരു ചെറിയൊരു പീസ് ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പോൾ അപ്പോൾ വരും കോപ്പിറൈറ്റ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ ചെറിയൊരു പീസ് ഓഡിയോയോ 1 സെക്കൻഡിന് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് ഒരു ഇൻട്രോ മാത്രമേ ഞാൻ വെച്ചോളൂ, അപ്പോഴത്തേക്കും ഹൗ ക്യാൻ ഐ ഗെറ്റ് കോപ്പിറൈറ്റ്? എങ്ങനെയാണ് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുന്നതെന്ന്? കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് വെച്ചാൽ ആ ആൾ കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഒരാളുടെ ഇത് ചെയ്തെന്ന് വിചാരിക്കും, ചിലപ്പോൾ ആ ആൾ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും അവിടെ വരും കോപ്പിറൈറ്റ് ക്ലെയിമിന്. കോപ്പിറൈറ്റ് ക്ലെയിമും കൊണ്ട് നിങ്ങളുടെ ചാനൽ എന്തെങ്കിലും പറ്റുമോന്നായിരിക്കും പലരുടെയും സംശയം. എന്നാൽ ഞാൻ പറയുകയാണ്, കോപ്പിറൈറ്റ് ക്ലെയിമും കൊണ്ട് നിങ്ങളുടെ ചാനലിന് ഒരു കുഴപ്പം വരികയില്ല. നിങ്ങൾ ഈ കണ്ടിട്ടുണ്ടാവും, ഫൗൾ ചെയ്യുമ്പോൾ ഈ റഫറി ഫുട്ബോളിലൊക്കെ യെല്ലോ കാർഡ് കൊടുക്കുന്നത്. യെല്ലോ കാർഡ് കുഴപ്പമില്ല, പക്ഷെ 2 യെല്ലോ കാർഡ് കഴിയുമ്പോൾ ഒരു റെഡ് കാർഡ് കൊടുക്കും. റെഡ് കാർഡ് കൊടുത്താൽ കളി ബാൻ ആവും എന്ന് പറയുന്ന പോലെയാണ്. കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അതല്ല. കോപ്പിറൈറ്റ് ക്ലെയിമും സ്ട്രൈക്കും ഡിഫറെൻറ്റാണ്. കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ സംഭവം അയാളുടെ ആണ്, അയാൾ കാണുകയോ അയാൾ ചെയ്തിട്ടില്ലെങ്കിലോ യൂട്യൂബിന് എല്ലാ വീഡിയോസും, യൂട്യൂബ് നിങ്ങളെക്കാൾ ബുദ്ധിശാലികളാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. യൂട്യൂബ് ക്രിയേറ്റ് ചെയ്തത് തന്നെ എല്ലാവർക്കും അറിയാം, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നൊക്കെ അവർക്കറിയാം. ഒരു ചെറിയൊരു ഇമേജ് പോലും എടുത്താൽ അവിടെ കോപ്പിറൈറ്റ് ക്ലെയിമിന് അവിടെ ഉറപ്പായിട്ടും വരും. കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ നിങ്ങളുടെ ചാനലിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്ട്രൈക്ക് വന്നാൽ ഭയങ്കര കുഴപ്പമാണ്. സ്ട്രൈക്ക് ഇങ്ങനെ വെറുതെ ഫസ്റ്റ് വീഡിയോക്കിന് കിട്ടുമൊന്നുമില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ സ്ട്രൈക്ക് ഭയങ്കര കുഴപ്പമാണ്. അത് നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ചിലപ്പോൾ സ്ട്രൈക്ക് വരണോ ക്ലെയിം വരണമെന്നില്ല. ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടോ, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടോ, ചിലപ്പോൾ 6 മാസം ശേഷം, ചിലപ്പോൾ 1 വർഷം ശേഷമൊക്കെ ആയിരിക്കും സ്ട്രൈക്ക് വരുന്നത്. ഇത് മാക്സിമം പരിധിക്ക് പുറത്ത് കടന്നാലാണ് സ്ട്രൈക്ക് വരുന്നത്. അത് ഭയങ്കര റെയർ ആയിട്ട്. നിങ്ങൾക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇപ്പോൾ ആദ്യത്തെ വന്നു കഴിഞ്ഞാലോ രണ്ടാമത്തെ വന്നു കഴിഞ്ഞാലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, ഇപ്പോൾ എൻ്റെ വീഡിയോ വേറൊരാൾ അതേപടി കോപ്പി പേസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് വേണമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യാം, ഇന്നയാൾ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആൾക്കെതിരെ കോപ്പിറൈറ്റ് കൊടുക്കണം. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആൾക്ക് വരും. അപ്പോൾ അയാൾ എന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് ഇത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെ ആൾക്ക് മനസ്സിലായേനെ? കാരണം ഞാൻ ഒരാൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സും എൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സും എൻ്റെ എല്ലാ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ അയാൾക്ക് കിട്ടും. അപ്പോൾ അയാൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഇമെയിലിൽ അയക്കാം, പ്ലീസ് റിമൂവ് ദിസ് എന്ന് പറയാം. അപ്പോൾ എനിക്കത് റിമൂവ് ചെയ്യാനും പറ്റും. അങ്ങനെ അത് ഒഴിഞ്ഞു പോകും, ഒരു കുഴപ്പമില്ല. പക്ഷേ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3ാമത്തെ സ്ട്രൈക്ക് വന്നാൽ, 3ാമത്തെ സ്ട്രൈക്ക് 3 ആക്റ്റീവ് ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നാൽ നിങ്ങളുടെ ചാനൽ കഴിഞ്ഞ് അടുത്ത 7 ദിവസത്തിനകം ടെർമിനേറ്റ് ആയിപ്പോവും. എന്നുവെച്ചാൽ എന്നേക്കായിട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അൺനെസസറി ആയിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കോപ്പിറൈറ്റ് ഉപയോഗിക്കാണ്ടിരിക്കുക. 7 ദിവസം സമയം, അവസാനത്തെ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ വീഡിയോ, ആ സംഭവം റിക്വസ്റ്റ് ചെയ്തിട്ടോ കെഞ്ചിയോ കാൽ പിടിച്ചിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടോ അത് കളയേണ്ടി വരും. ഇല്ലെങ്കിൽ 3rd വീഡിയോ ചാനൽ ടെർമിനേറ്റഡ്. അത്രേ പറയാനുള്ളൂ. ഇനി ചാനൽ ടെർമിനേറ്റ് ആയി കഴിയാമെന്ന് വിചാരിക്കും. ചാനൽ ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ വേറെ യൂട്യൂബ് ചാനൽ നിങ്ങൾ അതേ നമ്പറിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു നമ്പറിൽ എനിക്ക് എത്ര യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ, എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ 3 ആക്റ്റീവ് ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാരണം ടെർമിനേറ്റ് ആയി പോയാൽ വീണ്ടും അതേ നമ്പർ ഉപയോഗിച്ച് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും 7 ദിവസത്തിനകം ടെർമിനേറ്റ് ആയിപ്പോവും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ എയർടെൽ നമ്പറാണ് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും, X794 5 7510, ആ നമ്പറിൽ ആക്റ്റീവ് ഗൈഡ് ലൈൻ സ്ട്രൈക്ക് 3 ആയി കഴിഞ്ഞ ചാനൽ 7 ദിവസത്തിനകം ടെർമിനേറ്റ് ആയി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നമ്പറിൽ വീണ്ടും നിങ്ങൾ യൂട്യൂബ് ചാനൽ ശ്രമിക്കേണ്ട, കാരണം ഒരു കാര്യമില്ല. അതുകൊണ്ട് വേറെ ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് കാര്യമുള്ളൂ. ഇനി അതും നിങ്ങൾ ഒരേ ജിമെയിൽ അഡ്രസ്സിൽ തന്നെ 2 യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ടെർമിനേറ്റ് ആയി പോയാലും മറ്റേതും ടെർമിനേറ്റ് ആയി പോകും. അപ്പോൾ 2 കാര്യത്തിന് നിങ്ങൾക്ക് കുഴപ്പമാണ്. ഒന്ന്, നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയി കഴിയുകയാണെങ്കിൽ ആ ജിമെയിൽ അഡ്രസ്സിൽ തന്നെ നിങ്ങൾ 3-4 വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ abcd@gmail.com എന്ന് ചുമ്മാ ഞാൻ പറയുകയാണ് ഒരു മാതൃകയായിട്ട്. അതിലാണ് നിങ്ങൾക്ക് 2-3 യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണം അങ്ങനെ ടെർമിനേറ്റ് ആയി പോയെങ്കിൽ ബാക്കി 2 7 ദിവസത്തിനകം ഫിനിഷ്ഡ്. അതുപോലെയാണ് നിങ്ങൾ ഒരു നമ്പർ വെച്ചിട്ടല്ലേ, ഈ ഒരു നമ്പർ, ഇപ്പോൾ എൻ്റെ ഒരു നമ്പറിന് വിചാരിക്കും
പിന്നെ ആ നമ്പർ ആ സിം കാർഡും കൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബായിട്ട് ഒരു ബന്ധമില്ല. കാരണം എന്താ, ആ നമ്പർ വെച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും നമ്പറോ സിമ്മോ എടുക്കേണ്ടി വരും. കാരണം ആ നമ്പർ റെക്കഗ്നൈസ് ചെയ്യുന്ന എന്ത് സംഭവം, എന്ത് വിഷയം, എത്ര സബ്സ്ക്രൈബർ, എത്ര വാച്ച് അവർ ഒന്നും നോക്കില്ല, 7 ദിവസത്തിനകം ടെർമിനേറ്റഡ്. അതാണ് ഇപ്പോൾ പറഞ്ഞൊരു വിഷയം. ഞാൻ പറയുകയാണ്, ചെറിയൊരു പീസ് ഓഫ് ഓഡിയോ അല്ല, ഒരു ചെറിയൊരു ഇമേജ് പോലും വേറൊരാളുടെ വീഡിയോ എടുത്താൽ ഒരു കാര്യമില്ല. ഇനി നമുക്കും വേണമെങ്കിൽ യൂട്യൂബിനോട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. യൂട്യൂബ് നിങ്ങളിപ്പോൾ എന്നെ നോക്ക്, ആക്റ്റീവ് ഗൈഡ്ലൈൻസ് സ്ട്രൈക്ക് കറണ്ട് ഒരു കാര്യമില്ല, ആരോ കരുതി കൂട്ടി ചെയ്തതാണെന്ന്. കരുതി കൂട്ടി ചെയ്തതാണെങ്കിൽ അത് ഒഴിഞ്ഞു പോയിക്കോളും. കരുതി കൂട്ടി അല്ല ചെയ്തെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം നിങ്ങളൊരു 10 സെക്കൻഡോ 20 സെക്കൻഡോ 30 സെക്കൻഡോ, ഞാൻ പറയുകയാണ്, ഒരു 30 സെക്കൻഡ് മാത്രം നിങ്ങൾ എടുത്തന്നെ വിചാരിക്കുക. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിന് അപ്പീൽ ചെയ്തിട്ട് റിട്ടേൺ ആയിട്ടൊരു ഡോക്യുമെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി അയച്ചിട്ട് പറയാം, ഒരു ഫെയർ യൂസ് പോളിസി. എന്ന് വെച്ചാൽ ഒരാളുടെ 10 മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങൾ 1 മിനിറ്റ് മാത്രമേ എടുത്തെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെയർ യൂസ് പറയാം. ഞാൻ ശകലം എടുത്തോളൂ, പ്ലീസ് റിമൂവ് മൈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ ചിന്തിക്കും, ഓക്കെ ഫെയർ യൂസ് പോളിസി, അത് ഫെയർ യൂസ് പോളിസി എന്ന് വിചാരിച്ചാൽ നിങ്ങൾ 10 മിനിറ്റിൻ്റെ വീഡിയോയിൽ 5 മിനിറ്റും കോപ്പി ചെയ്തിട്ടൊരു ഫെയർ യൂസ് പോളിസിനെ വേണ്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ പറയുകയാണ്, ഫെയർ യൂസ് പോളിസിനെ പറ്റിയും കോപ്പിറൈറ്റ് ക്ലെയിമും സ്ട്രൈക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ചാനൽ ടെർമിനേഷന് 7 ദിവസം കണക്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ജിമെയിലൊക്കെ പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ, സ്വീറ്റ് ഡ്രീംസ്, ബൈ.